ജമ്മു കാശ്മീരിൽ CRPF ജവാന്മാർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. 2 CRPF ജവാന്മാർക്ക് ജീവൻ നഷ്ടമായി. ഉദ്ധംപൂരിന് സമീപമാണ് അപകടമുണ്ടായത്. അച്യുതൻ ഡൽഹിയിൽ നിന്നുണ്ട്. അച്യുതൻ, ഇത് സങ്കടമുണ്ടാക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഉദ്ധംപൂരിൽ ഈ അപകടം ഉണ്ടായത്? എപ്പോഴാണ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഈ ജവാന്മാർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സംഭവം ഉണ്ടായത്? എന്താണ് മറ്റു വിശദാംശങ്ങൾ? GK, അല്പസമയം മുൻപാണ് ഈ ജമ്മു കാശ്മീരിൽ CRPF സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഉദ്ധംപൂരിന് സമീപത്തെ ഒരു കൊക്കയിലേക്കാണ് ഈ ബസ് മറിഞ്ഞത്. ഇതിന്റെ അപകട കാരണം ഇതുവരെയും വ്യക്തമല്ല. ഏതെങ്കിലും തരത്തിലുള്ള മോശം കാലാവസ്ഥയാണോ അപകടത്തിന് പിന്നിൽ ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള വിവരം വ്യക്തമല്ല. 15ഓളം CRPF ജവാന്മാരായിരുന്നു ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിരവധി പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. 2 ജവാന്മാർ മരിച്ചതായുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CRPFന്റെ കൂടുതൽ സംഘാംഗങ്ങളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പരിക്കേറ്റ ജവാന്മാരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. GK. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഉദ്ധംപൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. CRPF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.